ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +1 കൊമേഴ്സിലെ കുട്ടികളോട് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വർഷമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ കുട്ടികളുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ ലാഗ് ഇട്ടിട്ട് ഉഴപ്പി നടന്നിട്ടാണ് പഠിക്കുക, പ്രത്യേകിച്ച് കൊമേഴ്സ് സ്ട്രീം. എന്ന് വെച്ചാൽ അവർക്ക് പുതുതായിട്ട് വന്ന സബ്ജക്റ്റുകളാണ്, സയൻസിൻ്റെ അത്ര ടഫ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് ജസ്റ്റ് തട്ടിമുട്ടി പാസ്സായാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ ഒരുപാട് പേര് ഈ ഒരു സ്ട്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസും ഉണ്ട്, അതിൻ്റെതായ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ +1 കൊമേഴ്സിൽ നമുക്ക് 6 വിഷയമാണ് ഉണ്ടാവുക. അതായത് നമ്മുടെ 6 വിഷയങ്ങൾ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഓർ മലയാളം, ഹിന്ദി, അത് ലാംഗ്വേജ് ആണ്. ദെൻ പിന്നീട് നമുക്ക് വരുന്ന ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാത്സ് ആയിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവാറ്. അപ്പോൾ ഇതിലെ നിങ്ങൾ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല നമ്മൾ കൊമേഴ്സിൽ മാർക്ക് വാങ്ങുക എന്നുള്ളത്. നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യണം. എന്തുകൊണ്ടാണ് +1 നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറയുന്നത്? അതാണ് ഇപ്പോഴേ പറയുന്നത്, ഇപ്പോഴേ മിസ് ഈ വീഡിയോ ഇടാൻ കാരണം +1 മാർക്കും +2 മാർക്കും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ +2 റിസൾട്ട് വരുന്നത്. ഓക്കെ, ഈ +2 റിസൾട്ടിൽ മാക്സിമം നല്ലൊരു സെക്യൂർ ആയിട്ട് നമ്മൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് +1 നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. +1 റിസൾട്ട് നല്ലൊരു ബെറ്റർ റിസൾട്ട് ആയാൽ മാത്രമേ നമുക്ക് +2 റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് 2 വർഷം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറേ കുട്ടികളുണ്ട് +1 പാസ്സാവാതെ +2 ഇപ്പോഴും കഷ്ടപ്പെടുകയാണ് അവർ പാസ്സാവാൻ വേണ്ടിയിട്ട്. പാസ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 18, 24 ഒക്കെയാണ്, 60 എക്സാമും 80 എക്സാമും. അപ്പോൾ ഈ 18, 24 പോലും അവർക്ക് +1 ഒപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർ നല്ല ലാഗ് ഇട്ടാണ് പഠിക്കുക. അവർ വേണ്ട ഇമ്പോർട്ടൻസ് +1 കൊടുക്കുന്നില്ല. +2 ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വർഷമാണ് +1 ഇയർ. അപ്പോൾ +1 മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പാസ് മാർക്കല്ല നമുക്ക് വേണ്ടത്, ഡബിൾ പാസ് ആണ്. അപ്പോൾ സെക്യൂർ ആയി, ഡബിൾ പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ +2 പാസ്സായി. പെർസെൻറ്റേജ് കൂടണമെങ്കിൽ നല്ല പോലെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഇട്ട് സബ്ജക്റ്റ് വൈസ് ഏറ്റവും എളുപ്പമുള്ളത്, ടഫ് ഉള്ള ഭാഗമൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ എക്സാം നല്ല ഈസി ആയിരിക്കുള്ളൂ. അല്ലാതെ ഫൈനൽ എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പറഞ്ഞ് നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നമുക്ക് വരുന്ന ഫസ്റ്റ് എക്സാം ആണ് +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമുക്ക് എക്സാം വരുന്നത് ഓണപരീക്ഷ ഉണ്ടാവാം, ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവാം, ദെൻ ഫൈനൽ എക്സാം ഉണ്ടായിരിക്കാം, മോഡൽ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, ഫൈനല് മോഡൽ എക്സാം. ഇതിൽ നിങ്ങൾക്ക് ഓണം എക്സാം ഇത്തവണ നമുക്ക് ബോർഡ് എക്സാം അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ് ഇടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അധികം പോർഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ 1-2 പോർഷൻസ് അല്ലേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുട്ടികളുണ്ട്. അവരോടാണ് മിസ് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇനി അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പ്രോബ്ലം വൈസ് ആണ്, അതായത് പ്രോബ്ലമൊക്കെ ഉള്ള നല്ല എന്താ പറയുക മൈൻഡിൽ കയറ്റി പഠിക്കേണ്ട സബ്ജക്റ്റാണ്, മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്, കാണാപ്പാഠം പഠിക്കേണ്ട. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി തിയറിയാണ്, അതും മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ഡെയിലി ലൈഫുമായി കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്കണോമിക്സ് സോഷ്യൽ സയൻസുമായിട്ട് ചെറിയ രീതിയിൽ ബന്ധമുണ്ടെങ്കിൽ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ട് പോർഷനിൽ നമുക്ക് പ്രോബ്ലംസും വരാം. ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ ഹിന്ദിയും ലാംഗ്വേജ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒക്കെ അതൊക്കെ ഒന്ന് മനസ്സിലായി അതിൻ്റെ കുറച്ച് ഫോർമാറ്റുകളൊക്കെ വെച്ച് പഠിച്ചാൽ മതിയോ. ഈ ഓപ്ഷണൽ സബ്ജക്റ്റുകളെല്ലാം വെവ്വേറെയാണ്. സ്റ്റാറ്റും മാത്സും നമുക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക പ്രോബ്ലം ആണ്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും പൊളിറ്റിക്സും നമുക്ക് തിയറിറ്റിക്കലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴേ അക്കൗണ്ടൻസിയും ബിസിനസ്സും ഒക്കെ നല്ലപോലെ പഠിക്കണം മിസ് പറയാൻ കാരണം ഇതാണ് നിങ്ങളുടെ ബേസ്. ഈ ബേസ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് +2 പാസ്സായി കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബേസ് നിങ്ങൾ അറിയണം, കുറച്ച് സെക്യൂർ ആയിട്ടുള്ള പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇത് രണ്ടുമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിനാദ്യം നമ്മുടെ ഓണപരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഓണപരീക്ഷ നിങ്ങൾ കാര്യം ഏറ്റെടുക്കുക. എല്ലാ എക്സാമുകളും നിങ്ങൾ അതിൻ്റെതായ സീരിയസ് കൊടുത്താലാണ് ഫൈനൽ എക്സാമിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം മിസ് എന്താ പറഞ്ഞേ, +2 മാർക്കിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ +1 നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം തന്നെ എല്ലാ എക്സാമിനും വേണ്ട വിധത്തിൽ കെയർ കൊടുക്കുക. ഇപ്പം തന്നെ വേണ്ട എക്സാമിന് നല്ല പോലെ ശ്രദ്ധിച്ച് പഠിച്ച് മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ മിസ് എടുത്തത്. അപ്പോൾ +1 അത്ര സിമ്പിളാണ് അല്ലെങ്കിൽ സില്ലി ആക്കി വിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ കരുതുന്നത് പോലെ +1 മാർക്ക് കുറഞ്ഞാൽ +2 നന്നായി കിട്ടില്ല. നിങ്ങൾക്ക് +1 റിസൾട്ടും വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കുള്ളത് മാർച്ചിലാണ്. അത് നമുക്ക് മാർച്ചിലാണ് വരിക. ആ മാർച്ചിൽ നിങ്ങൾ +2 എക്സാം എഴുതോ ഒപ്പം +1 എഴുതോ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങളുടെ
അത്രയും ടൈമും അത്രയും എല്ലാ ഹാർഡ് വർക്കും അവിടെ വേസ്റ്റാണ്. ഈ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് +1 നല്ല മാർക്ക് വാങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത്. +1 കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കട്ട് ചെയ്ത് ഉറപ്പിക്കണം, അതിന്റെ ബുദ്ധിമുട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സീനിയേഴ്സ്, ഇപ്പോഴത്തെ നിങ്ങളുടെ നമ്മുടെ +2 സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മതി. അവർക്ക് ഈ ഓപ്ഷനിൽ അവരെല്ലാവരും എന്ത് മാർച്ചിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? മാർച്ച് ഫൈനൽ എക്സാമിൽ അവരെന്ത് കാണിക്കണം? +2 എക്സാമിനും പഠിക്കണം, +1 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതും പഠിക്കണം. ഇമ്പ്രൂവ് ചെയ്യുന്നവർ കുറേ കുട്ടികൾ +1 ഫെയിൽ ആയിട്ടുണ്ടാവാം. ഇമ്പ്രൂവ്മെന്റ് സാധാരണ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറിലേക്കാണ് ഉണ്ടാവാറ്. അത് അവരെടുത്ത് കളഞ്ഞിട്ട് മാർച്ചിലാണ് ഇപ്പോൾ 2 എക്സാം നടക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും +1 പഠിക്കുന്ന കുട്ടികൾ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഓണപരീക്ഷയാണ് വരുന്നത്. ഓണപരീക്ഷയ്ക്ക് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കാനായിട്ട് +1 കുട്ടികൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റും നമ്മൾ ഇനി ടോപ്പിക് എടുക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ വീഡിയോസും നമുക്ക് എക്സാം ഓറിയന്റഡ് ടോപ്പിക് ആയിരിക്കും. നമ്മുടെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിരിക്കും. 100% പഠിക്കേണ്ട പാഠങ്ങൾ, 100% പാഠത്തിന്റെ വെയിറ്റേജുകൾ, ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട 8 മാർക്ക് ചോദ്യം, 5 മാർക്ക് ചോദ്യം, പഠിക്കേണ്ട ടോപ്പിക്കുകൾ, പഠിക്കേണ്ട പ്രോബ്ലംസ്, പിന്നെ ഈ പാഠത്തിൽ നിന്ന് എത്രത്തോളം പഠിക്കണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ വരുന്ന വീഡിയോകളിലെല്ലാം അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ നമ്മുടെ ന്യൂ സ്റ്റുഡൻസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.